നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സുഭാഷ് ഒരു കാര്യം തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് തന്റെ വിവാഹം നടത്തണം. കാരണം തന്റെ വിവാഹം നടക്കാത്തോണ്ടാണ് ഹരീഷും നീതും തമ്മിലുള്ള വിവാഹം നടക്കാത്ത. താൻ ഒരിക്കലും അവർക്കൊരു തടസ്സമായിട്ട് നിൽക്കരുത്. അങ്ങനെ ബ്രോക്കറെ പോയി കണ്ടു. ബ്രോക്കർ വിജയനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ബ്രോക്കർ പറഞ്ഞു, അതെ, സുഭാഷിന് പെണ്ണ് കണ്ട പോലെ ഒരിടത്തും ഞാൻ ആർക്കു വേണ്ടി ഇത്രയും പെണ്ണിനെയൊന്നും കൊണ്ടേ കാണിച്ചിട്ടില്ല. പക്ഷെ ഇതുവരെ ആയിട്ട് ഒന്നും നടന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ പുതിയ കേസുകളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, എങ്ങനെയെങ്കിലും ഒന്ന് നോക്കൂ വിജയൻ ചേട്ടാ. എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. ഡിമാൻഡുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു പെണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞു. കാരണം എൻ്റെ അനുജന്മാരുടെ ഭാവി നശിച്ചുകൂടാ. സുഭാഷിന് ആ ഒരു ടെൻഷനായിരുന്നു. അപ്പോഴേക്കും വിജയൻ പറഞ്ഞു, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ബ്രോക്കറുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ആണോ? ആ ശരി ശരി എന്നും പറഞ്ഞു വെച്ചു. പിന്നീട് അയാൾ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ദേ ഇപ്പോൾ ഒരു പെങ്കുച്ചൻ രണ്ടാം കെട്ടിന് വേണ്ടിയിട്ട് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ആദ്യം വിവാഹബന്ധം വേർപ്പെടുത്താനായിട്ട് ഒരുങ്ങുക. അപ്പോൾ വേർപ്പെടുത്തുന്ന സമയത്ത് തന്നെ അവർക്ക് രണ്ടാം വിവാഹം നടത്തണമെന്ന്. ആഹാ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അതെ, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെയൊക്കെ ഒരു കാര്യമേ. അല്ല, അങ്ങനെയാണെങ്കിലേ എനിക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആലോചിച്ചു കൂടെന്ന് ചോദിച്ചു. സുഭാഷിന് വേണ്ടിയിട്ടോ? സുഭാഷ് എന്താ പറയണേ? അല്ല, എനിക്ക് ആ പെൺകുട്ടി ആലോചിച്ചുകൂടെ? എനിക്ക് സമ്മതം. രണ്ടാം കെട്ടൊന്നും പ്രശ്നമല്ല. അല്ല സുഭാഷ് ഇത് എന്താ ആലോചിച്ചിട്ടാ? സുഭാഷിന്റെ വീട്ടിൽ സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല, സുഭാഷിനെ കാലം കുറച്ചുകൂടെ പ്രായക്കൂടലുണ്ടെന്ന് തോന്നേ. അതൊന്നും എനിക്ക് സാരമില്ല. 2 or 3 വയസ്സ്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇപ്പം എൻ്റെ വിവാഹം നടക്കണം. ഒടുവിലെ ബ്രോക്കറോട് ഞാൻ നോക്കട്ടെ, ഒന്ന് ആലോചിച്ചിട്ട് വിളിച്ചു പറയാമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് പോയി. സുഭാഷിനാണെങ്കിലോ എങ്ങനെയെങ്കിലും കല്യാണം നടന്നാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ദീപാവലിയാണ് വരുന്നത്. അപ്പോൾ സുധീഷ് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ, ഇത്തവണത്തെ ദീപാവലി നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കണം. കാരണം നിധിയുടെ വീട്ടിൽ ദീപാവലി ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആഘോഷിക്കണം. അവൾക്ക് തൻ്റെ വീട്ടിലുള്ള പോലത്തെ ഒരു സന്തോഷം ഇവിടെയും കൊടുക്കണം. ഒരു കാരണവശാലും അവൾക്കൊരു ബുദ്ധിമുട്ടും തോന്നരുത് എന്നൊരു ചിന്ത സുധീഷിന് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ സുധീഷിന് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ സുഭാഷിനോട് പറയണം. ആഘോഷിക്കുന്നതിനെ പറ്റിയൊക്കെ, പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ എല്ലാം കേട്ടിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞെടാ, പലഹാരം ഉണ്ടാക്കാനൊന്നും എനിക്കങ്ങനെ അറിയില്ല. അതൊക്കെ ആരുണ്ടാക്കും? സുഭാഷിയാണ് ഉണ്ടാക്കും. എടാ, എനിക്കറിയില്ല. എങ്കിൽ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് വേണ്ടുന്ന പണിയൊക്കെ ഞാൻ ചെയ്തോളാം. സുഭാഷിയാണ് എന്നോടൊപ്പം നിന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു. അങ്ങനെ ദീപാവലിയുടെ തലേ ദിവസം പൊട്ടിക്കാനുള്ള പടക്കവും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. കുറേ കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതെല്ലാം പൊടിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇട്ടിട്ടാണ് മുറിയിലേക്ക് കയറി പോന്നെ. അങ്ങനെ എല്ലാവരും പോയി കിടന്നു. ഈ സമയത്ത് സുഭാഷിനെ സുധീഷ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ സുഭാഷ് ചേട്ടാ, പലഹാരം ഉണ്ടാക്കാനുള്ള ചേച്ചി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴോ? അതെ. അങ്ങനെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വന്നു. കാരണം ദീപാവലിക്കുള്ള പലഹാരങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. നിധിയുടെ വീട്ടിൽ അങ്ങനെയാണ്, എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കും. അങ്ങനെ ആ ചേച്ചി വന്ന് പലഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം നിധി ഉറങ്ങിയെന്നാണ് കരുതിയത്. നിധി എഴുന്നേറ്റ് വന്നു. നിധിക്ക് ഭയങ്കര സന്തോഷമായി. നിധിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുധീഷ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പോരാത്തന ആ ചേച്ചി പറയുകയും ചെയ്തു, ഇതേ സുധീഷ് വന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ രാത്രിയിലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ. സാധാരണഗതിയിൽ പകൽ എല്ലാ വീട്ടിലും പോയി ഉണ്ടാക്കാറുള്ളത്. പക്ഷേ സുധീഷ് നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രമാണ് നല്ല പലഹാരങ്ങളൊക്കെയാണ് ചേച്ചി ഉണ്ടാക്കിയത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിനും സുഭാഷിനും ഒക്കെ സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവർക്കും പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു. ദീപാവലി അല്ലേ, ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള സുഭാഷാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നത്. പക്ഷേ സുധീഷ് നിധിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു സാരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നിധിക്ക് കൊടുത്തു. എന്നിട്ടൊരു നിനക്കില്ലാത്ത കളറാന്ന് തോന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ നിധി ആ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം താൻ ആഗ്രഹിച്ച പോലെ തന്നെ എന്ത് ഭംഗിയാണ് ഇവളെ കാണാനായിട്ട്. ഈ സാരി ഉടുത്തപ്പോൾ പറയുകയും വേണ്ട എന്നൊരു ചിന്തയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. അങ്ങനെ എല്ലാവരും കൂടെ പിറ്റേ ദിവസം ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. ആഹാരം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, നമുക്കൊരു സെൽഫി എടുത്താലോ? എടുക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും നിന്ന് സെൽഫി എടുക്കണ സമയത്ത് നിധിയോട് ചേർന്ന് നിന്ന് സുധീഷ് ഭയങ്കര ആഗ്രഹം നിധിയോട് ചേർന്ന് നിന്ന് സെൽഫിയൊക്കെ എടുക്കാൻ. അങ്ങനെ നിധിയുടെ തോളത്ത് കൈയിടുന്ന പോലെ നിന്നൊരു സെൽഫിയൊക്കെ എടുക്കുന്നത്. അതിനുശേഷം അത് സ്റ്റാറ്റസൊക്കെ ഇടുന്നുണ്ട് നിധി കാണാൻ വേണ്ടിയിട്ട്. നിധി അത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, ദേഷ്യപ്പെടുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതപ്പോൾ സുധീഷിന് മനസ്സിലായി അവൾക്ക് തന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഒന്നും പറയാത്തതെന്ന്. ഈ സമയത്ത് സുധീഷിനെ ബ്രോക്കർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സുധീഷിനെയല്ല സുഭാഷിനെ ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവരോട് സംസാരിച്ചു. അവർ
സുഭാഷിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ അതിനു മുമ്പ് സുഭാഷ് വന്ന് പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു എനിക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും ശരിയാകത്തില്ല സുഭാഷേ, അതെങ്ങനെയാ പെണ്ണിനെ കാണാതെ എങ്ങനെയാ ഓക്കെ പറയണേ, ഒരു കാര്യം ചെയ്യ അവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അത് ശരിയാകത്തില്ല. പിന്നെ എങ്ങനെയാ, ഞാൻ തനിച്ചു വരാം. തനിച്ചു വന്നിട്ട് എങ്ങനെയാ, അത് ഞാൻ ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് ഓക്കെ ആണെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയല്ലോ. പിന്നെ വീട്ടിലേക്ക് വരുന്നില്ല, തൽക്കാലത്തിന് എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പിലോ എവിടെയെങ്കിലും വെച്ച് കാണാം. അങ്ങനെ കണ്ടിട്ട് ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ പിന്നെ എല്ലാവരോടും പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ബ്രോക്കർ പറഞ്ഞു എങ്കിൽ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഇതേ സമയത്ത് നിധി അവർ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. നിധിയും നികേഷും ഒക്കെ ഒരുമിച്ചാണ് പോകുന്നത്. പതിവ് പോലെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോഴത്തേനും നികേഷിനെ നോക്കുന്ന ആ പെൺകുട്ടി അവളോട് നിൽക്കുന്നുണ്ടായിരുന്നു. നികേഷിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്നു. സുധീഷ് വന്നിട്ട് പറഞ്ഞു എടാ നിന്നെ തന്നെയാണ് നോക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, നീ അവളോടൊന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞു. നിധി പറഞ്ഞു ആഹാ ചേട്ടൻ കൊള്ളാലോ, ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ചു. അനിയനെയും കൂടെ വഴി തെറ്റിക്കുവാണോന്ന് ചോദിച്ചു. പിന്നെ ഒരു പെങ്കൊച്ചിന് ഇഷ്ടം തോന്നി നോക്കി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് നോക്കണ്ടേ. അവിടെ ഒരു നികേഷും നോക്കി. പിന്നീട് നികേഷ് അടുത്തേക്ക് ചെല്ലുവാണ്. അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു നോക്കുന്നത്. അതെ എന്ന് പറഞ്ഞു. പിന്നീട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോഴേക്കും അവൾ പറഞ്ഞു അതെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇയാളോടൊന്ന് സംസാരിക്കാണ്ട് ശ്രമിക്കാറുണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നികേഷിന് ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് ഗായത്രി പറഞ്ഞു ഞാൻ നികേഷിനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു. നികേഷ് ദൈവമേ ഇപ്പം തന്നോട് ഇഷ്ടമാണെന്ന് പറയും എന്നൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുമ്പോഴത്തേനും നികേഷിനോട് പറഞ്ഞു അതെ നികേഷിൻ്റെ ചേട്ടന് ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയണം, നികേഷിൻ്റെ ചേട്ടൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരാമെന്ന് ചോദിച്ചു. ഒരു നിമിഷം ഞെട്ടിപ്പോയി നികേഷ്. ദൈവമേ ചേട്ടൻ്റെ നമ്പരോ, അപ്പോൾ ഇത് ഏത് ചേട്ടൻ്റെ ആയിരിക്കും? സുധീഷ് ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്, അപ്പോൾ സുധീഷ് ചേട്ടൻ്റെ അല്ല, അപ്പോൾ പിന്നെ ഹരീഷ് ചേട്ടനായിരിക്കുമോ എന്നൊരു ചിന്തയുണ്ടായി. അത് കേട്ടത് നികേഷിൻ്റെ മനസ്സിടിഞ്ഞു. കാരണം ഒത്തിരി പ്രതീക്ഷയോടെ ചെന്നേ. ഇത്രയും ദിവസം ഗായത്രിയായിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നേ, തന്നെ ഇഷ്ടമാണെന്ന് കരുതിയിരുന്നാണ്. അപ്പോഴാണ് തൻ്റെ ചേട്ടൻ്റെ നമ്പർ ചോദിച്ചിരിക്കുന്നത്, അന്വേഷിച്ചെന്ന് പറയണമെന്നൊക്കെ. ഞാനിടയ്ക്ക് ചേട്ടനെ കാണാറുണ്ട്, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നികേഷിന് വല്ലാത്തൊരു ടെൻഷനായി. ഒടുവിൽ നികേഷ് എന്ത് ചെയ്തു, സുധീഷിൻ്റെ നിധിയുടെയും കൂടെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ? ഒന്നും പറയണ്ട, എന്താ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അതെ അവൾക്ക് എന്നെയല്ല വേണ്ട, എൻ്റെ ചേട്ടനെ വേണ്ടത്. എൻ്റെ ചേട്ടൻ്റെ നമ്പർ. ഏത് ചേട്ടൻ്റെ? സുധീഷ് ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പം ഹരീഷ് ചേട്ടനായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ഭയങ്കര ചിരിയിരിക്കുക. എടാ നിനക്ക് പ്രേമിക്കാനുള്ള സമയമൊന്നും ആയിരുന്ന അവൾക്ക് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും അവൻ്റെ നമ്പർ ചോദിച്ച് അവനെ ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. സാരമില്ല മോൻ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. നികേഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ഒടുവിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നികേഷും ഹരീഷും കൂടെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. ആ സമയം നീതു അവിടെ ഉണ്ടായിരുന്നു. നീതു ഹരീഷുമായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവർ ചെല്ലുന്നത്. അങ്ങനെ സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നീതു പറഞ്ഞു സ്വർഗത്തിലെ കട്ടറും പാനായിട്ട് വന്നല്ലോ, എവിടെയായാലും ഞങ്ങൾ 5 മിനിറ്റ് സംസാരിക്കുമ്പോഴത്തേനും സുധീഷേട്ടനും കൂടെ വന്നോണെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ വന്നതൊന്നുമല്ല, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ഹരീഷിനെന്ന് പറഞ്ഞു. സന്തോഷ വാർത്തയോ? അതെന്ത് സന്തോഷ വാർത്ത? അതൊക്കെ ഉണ്ട്. അപ്പോഴേക്ക് ഹരീഷ് ചോദിച്ചു എന്താ സുധീഷ് ഏട്ടാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ സുധീഷേട്ടൻ വെറുതെ വരത്തില്ല എന്ന് എനിക്കറിയാം, എന്തോ കാര്യമുണ്ടെന്ന്. അപ്പോഴേക്കും നികേഷോട് ഞാൻ അതേ ഒരു കാര്യമുണ്ട്. എന്താടാ? ഹരീഷേട്ടൻ്റെ നമ്പർ ഒരു പെങ്കൊച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹരീഷേട്ടനെ ഭയങ്കര ഇഷ്ടമാന്ന്. അത് കേട്ടപ്പോൾ നീതു ചാടി എഴുന്നേറ്റു. ഏത് പെങ്കൊച്ച? ഏത് പെങ്കൊച്ച ചോദിച്ചേ? ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പെങ്കൊച്ചായിട്ട് കണക്ഷൻ ഉണ്ടോ? നീതുവിന് ആകപ്പാടെ ഭ്രാന്തളകുന്ന പോലെ തോന്നി. നീതു ഹരീഷിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. സത്യം പറഞ്ഞു. അയ്യോ എൻ്റെ നീതു, എനിക്കറിയത്തില്ല ഏത് പെങ്കൊച്ച എങ്ങനെയാണെന്നൊന്നും. ഇവരെന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ ആരുടെ കാര്യമാടാ നീയൊക്കെ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതെ ഞങ്ങൾ പറഞ്ഞതേ ബസ് സ്റ്റോപ്പിൽ സ്ഥിരമായിട്ട് നികേഷിൻ്റെ അടുത്തൊരു പെങ്കൊച്ച് ചിരിച്ചു കാണിക്കുമായിരുന്നു പറഞ്ഞല്ലോ, ആ പെങ്കൊച്ചിൻ്റെ കാര്യമാണ്. ആ പെങ്കൊച്ചിനോട് നീ മിണ്ടാൻ ചെന്നു. അപ്പോഴാണ് ആ പെങ്കൊച്ച് പറയുന്നത് ആ പെങ്കൊച്ചിന് ഇഷ്ടം നിന്നെയാന്ന്, നിന്റെ നമ്പർ ഒന്ന് കൊടുക്കുമെന്ന്. നീതുവിന് ദേഷ്യമായി. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതവളവള്? എൻ്റെ ചെക്കന ഹരീഷ്, ഇവനെ ഞാൻ വിട്ടുകൊടുക്കാനോ? ഒരുത്തേക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അവളെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഹരീഷ് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുക, സമാധാനപ്പെട്, നീ ഇങ്ങനെ ടെൻഷൻ ആയല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹരീഷ് സമാധാനിപ്പിക്കുകയാണ്. അതേ സമയത്ത് സുഭാഷ് കോഫി ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ.
പെണ്ണും പെണ്ണിൻ്റെ ഒരനുജനും കൂടിയാണ് വന്നത്. പെണ്ണിനെ കണ്ടു, കുറച്ച് പ്രായക്കൂടലുണ്ട് സുഭാഷിനേക്കാളും. പക്ഷെ സുഭാഷ് അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, അതെ 3-4 വർഷമായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും തമ്മിൽ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീടുള്ള 1-2 വർഷക്കാലം ഞാൻ എൻ്റെ അമ്മയോടൊപ്പം വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അയാൾക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഞാൻ വേറെ കല്യാണം കഴിക്കില്ല, അല്ലെങ്കിൽ അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ. ഡിവോഴ്സിന് കൊടുക്കുന്ന സമയത്തും അയാൾ എത്രയും കാലം ഡിവോഴ്സൊക്കെ തരാതിരുന്നു. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട്, ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ എൻ്റെ കല്യാണം നടത്തണമെന്ന്. അയാളുടെ ആ ഒരു വാശി കാരണം അയാൾക്കൊരു വിചാരമുണ്ട്, അയാളില്ലെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് അതെനിക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ പറയണം. ഒടുവിൽ സുഭാഷ് പറഞ്ഞു, എനിക്ക് ഈ വിവാഹത്തിൻ്റെ സമ്മതമാണെന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ബ്രോക്കർ പോലൊരു അന്താളിപ്പോട് കൂടിയിട്ടാണ് സുഭാഷിനെ നോക്കുന്നത്. സുഭാഷിൻ്റെ മനസ്സിൽ ഏത് പെണ്ണാണെങ്കിലും കുഴപ്പമില്ല, കല്യാണം നടക്കണം, തൻ്റെ അനുജന്മാരുടെ ജീവിതം സുരക്ഷിതമാണ്, താൻ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ കണ്ടിട്ട് പിരിയുവാണ്. അതേ സമയത്ത് നീതു എന്ത് ചെയ്തു, ഹരീഷിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ പെണ്ണേതെന്നൊന്നും അറിയണമല്ലോ. അങ്ങനെ പതിവ് പോലെ ബസ് സ്റ്റോപ്പിൽ വരുന്ന സമയത്ത് നികേഷും ഹരീഷും നീതും കൂടെ ചെല്ലുക. ചെന്ന് കഴിയുമ്പോഴത്തേനും നീതു എന്നിട്ട് അവളോടിച്ചു, നീ ഏതടി, നീ എന്താ കരുതുക, എൻ്റെ ഹരീഷേണ്ണ നിനക്ക് ഇഷ്ടമാണല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയണം. ആ പെങ്കൊച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് ഗായത്രി. ഗായത്രിയും ചേച്ചി, നീ കൂടുതൽ ചേച്ചിയെന്നൊന്നും വിളിക്കണ്ടേ, ഈ നിൽക്കുന്ന ആരാന്നറിയോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല, അതും വർഷങ്ങളായിട്ട്, എന്നിട്ട് നിനക്ക് എൻ്റെ ഭർത്താവാൻ പോകുന്ന ആളെ തന്നെ വേണോ അല്ലേ. അവൾ അന്തം വിട്ട് നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ ചേട്ടനെ എനിക്ക് വേണമെന്ന്, ഈ ചേട്ടൻ്റെ നമ്പർ വേണമെന്ന്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞത് എൻ്റെ ചേട്ടൻ്റെ നമ്പർ വേണമെന്ന്. അത് ഞാൻ ഈ ചേട്ടൻ്റെ കാര്യമല്ല പറഞ്ഞേ, വേറൊരു ചേട്ടനില്ലേന്ന് ചോദിച്ചു. വേറൊരു ചേട്ടൻ? അതെന്താ? അല്ല ഇന്നലെയൊക്കെ നികേഷിനോടൊപ്പം ഇവിടെ നിന്നത് സുധീഷ് ചേട്ടനാണോ? ആ അതെ, ആ ട്രാവൽ ഏജൻസി ജോലി ചെയ്യുന്നേ. ഓ മനസ്സിലായി, അപ്പം സുധീഷ് ചേട്ടന. അപ്പോഴേക്കും നീതുവിന് സന്തോഷമായി. നീതു ഗായത്രി പറഞ്ഞു, ഓ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്, ഇത്ര സമയം ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ കരുതി ഇനിയിപ്പോൾ ഹരീഷ് ചേട്ടനായിരിക്കുന്നു, സോറി കേട്ടോ ഇത്ര സമയം ഞാൻ പറഞ്ഞത്. ഇത് കേട്ടതും ഹരീഷ് പറഞ്ഞു, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് നീ ഇനി സോറി പറയുന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വീട്ടിലുള്ള സമയത്ത് നികേഷ് ആകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടത്തോട് കൂടിയിട്ട് നിധി ചോദിച്ചു, എന്താടാ നിനക്കിത് എന്ത് പറ്റി, ആ പെങ്കുച്ചിൻ്റെ കാര്യം നീ ഇതിലായിട്ടും വിട്ടില്ലേ, അത് പോട്ടെ, അവളുടെ മനസ്സ് നീ ഇല്ല, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഓ അവക്കിഷ്ടം ഹരീഷിനെ അല്ലേ, ഹരീഷിൻ്റെ പിന്നാലെയല്ലേ പോണെന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, ആര് പറഞ്ഞു, ഇന്ന് നീതും ഞാനും നികേഷും കൂടെ ആ പെണ്ണിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, നീതു എന്നെ വിളിച്ചുകൊണ്ട് പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ അറിയുന്നത്, അവൾക്ക് വേണ്ടത് എൻ്റെ നമ്പർ ആയിരുന്നില്ലെന്ന്. പിന്നെയോ അവൾക്ക് വേണ്ടതേ സുധീഷേൻ്റെ നമ്പറായിരുന്നു, എൻ്റെയോ. സുധീഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് സുധീഷ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നിധിയെ നോക്കി, ആ എൻ്റെ നമ്പരോ, ആ ഞാൻ ഭയങ്കര സുന്ദരനല്ലേ, അതുകൊണ്ട് എൻ്റെ നമ്പർ ചോദിച്ചേ. ആ നമ്മളെയൊക്കെ ചിലർക്ക് വിലയില്ലായിരിക്കും, പക്ഷേ വിലയുള്ളവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ഒരു അന്താളിപ്പോട് കൂടി സുധീഷിനെ ഇങ്ങനെ നോക്കുക. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ആ എടാ പിന്നെന്തൊക്കെ പറഞ്ഞു. നികേഷ് പറഞ്ഞു, സുധീഷ് ചേട്ടനെ അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ആ എന്ത് ചെയ്യാനാന്ന് പറ, ആരാധകരെ കൊണ്ട് ഞാൻ മടുത്തു. അപ്പോഴേക്കും നിധിയുടെ മുഖമൊക്കെ മാറി. നിധിക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. സുധീഷ് നിധിയെ ഒന്ന് ശരിക്കൊന്ന് വട്ടം കറക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഗായത്രി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ആ പെങ്കുച്ചിനെ ശ്രദ്ധിച്ചു, എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഇതെല്ലാം കേട്ടിരിക്കുമ്പോൾ നിധിക്ക് ഒട്ടും സൂഹിക്കുന്നുണ്ടായിരുന്നില്ല. നിധി അങ്ങ് ദേഷ്യത്തോടു കൂടി അവിടുന്ന് എണീറ്റ് പോവാണ്. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, ഇതേ നിധി അടുത്തേക്ക് ദേഷ്യമായിട്ടുണ്ട്. എടാ അതെന്തിൻ്റെ ലക്ഷണമാണെന്നറിയോ, അവൾക്ക് എന്നെ ഇഷ്ടമാ, അതിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഒന്നുമല്ല, അല്ലേ നീ കണ്ടോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സുധീഷ് പുറത്തു പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല സുധീഷേട്ടൻ എങ്ങോട്ടാ നന്നായിട്ട് ഒരുങ്ങിയിട്ട് പുറത്തു വരെ പോവാം, എങ്ങനെയുണ്ട് നിധി ഈ ഷർട്ട് കൊള്ളാവോ, ദീപാവലിക്ക് നീ എനിക്ക് എടുത്തു തന്ന ഷർട്ടാ. ആ കൊള്ളാം. ആ നീ ചോദിക്കും ഞാൻ എവിടെ പോവാൻ ഇതൊക്കെ ഇട്ടോണ്ട്. അതിപ്പം ഞാനെന്തിനാ ചോദിക്കുന്നേ, സുധീഷ് ജോലിക്ക് പോവല്ലേ. ജോലിക്കൊന്നുമല്ല, ഞാൻ അവളെ കാണാൻ പോവാന്ന് പറഞ്ഞു. എവളെ? ഗായത്രിയോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്കാണെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കുവാണ്. സുധീഷിന് മനസ്സിലായി അവൾക്ക് ദേഷ്യമുണ്ടെന്ന്. പെട്ടെന്ന് നിധിയുടെ മനസ്സിലേക്ക് സുധീഷിനെ തല്ലുന്നൊരു രംഗം ഓർമ്മ വരുവാണ്. നീ അവളുടെ പിന്നാലെ പോകുവാടാ, നീ ഞാൻ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞല്ലേ, എന്നിട്ട് നീ പോകുവാടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടിക്കുന്നതൊക്കെ. പെട്ടെന്ന് സുധീഷ് ചോദിച്ചു, എന്താ
എന്താ നിധി എന്താ ആലോചിക്കണേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. പറയാൻ പറ്റുമോ നിധിക്ക്? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വന്നു. സുഭാഷ് വന്നിട്ട് നീ എന്തൊക്കെയാടാ പറയണേ? നിന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് നീ വേറൊരു പെണ്ണിന്റെ പിന്നാലെ പോവോ? കല്യാണം കഴിഞ്ഞെന്ന് ആര് പറഞ്ഞു? അതൊക്കെ വെറുതെ ഒരു കല്യാണമല്ലേ അല്ലേ നിധി? നിധി ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞു. കണ്ടില്ലേ, നിധിക്ക് കുഴപ്പമില്ല ഞാൻ ഏത് പെണ്ണിന്റെ പിന്നാലെ പോലും. പിന്നെ സുഭാഷേണ് എന്താ പ്രശ്നം? എടാ നികേഷേ പാടാ പോവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു ഞങ്ങൾ വന്നോളാം, സുധീഷ് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് സന്തോഷത്തോടെ ഇറങ്ങുമ്പോഴത്തേനും നിധിക്കാണ് ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി. ദൈവമേ, സുധീഷ് കൈവിട്ട് പോകുന്നൊരു ഭയം അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.